നന്നായിട്ടാണോ വീട് നോക്കുന്നത്? എന്ത് പറ്റി, പാന്റ് കീറിപ്പോയാ? സ്റ്റൈല് ഡ്രസ്സിങ്ങിൽ മാത്രം പോരാ, ശുചിത്വത്തിലും കാര്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും വേണ്ടേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി മുറിക്കുന്ന കണ്ടല്ലോ. ഇല്ല, ഞാൻ വാഷ് ചെയ്തു. വാഷ് ചെയ്തില്ല? അവന്റെ ഫുള്ള് ഡീറ്റെയിലേക്ക് പോണ്ട. ഒരു മിനിറ്റ് നിൽക്കും മോനെ, നിനക്ക് മുട്ടി നിൽക്കുക. എന്താണ് പറയൂ. ഞാനൊരു കാര്യം ചോദിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. എന്റെ കാര്യം സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരാള് ഞാൻ സംസാരിച്ചോണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈവക്കിക്കൊണ്ടിരുന്ന. അപ്പൊ ഞാൻ പൊട്ടണ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടണ? ആരാണ് ബെഡ് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത്? എന്താ ഉറക്കം വരുന്നു. നിങ്ങളല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആള്? മാത്രമാണ് ബെഡ് മടക്കം അല്ലേ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോഴല്ലേ? സോറി ലാലേട്ടാ, നിങ്ങളല്ലേ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളല്ല. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്താണ് അക്ബറിന്റെ പ്രോബ്ലം? ഇത്ര അഗ്രഷൻ, ഇത്രയും ദേഷ്യം അക്ബറിന് എന്തിനാണ്? സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ കാണുന്നല്ലേ അക്ബർ വീട്ടിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത്. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. വലിയ ആൾക്കാർ കണ്ടിട്ടോ അക്ബർ വലിയ ഒരാളാണ്, അക്ബർ നോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പിന്നെ എന്താണ് കാണിക്കുന്നത്? എത്ര പ്രാവശ്യം ഇത് പറയണം? പൂട്ടിന്റെ മോളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയാ നിന്നെ ഞാൻ പൂട്ടും, ഒടുക്കത്തെ പൂട്ട്. നമ്മൾ മാത്രം തെറ്റ് ചെയ്തു പറയുമ്പോൾ അത് കൺട്രോൾ ചെയ്യണം. അതാണ് ഗെയിം. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. എന്ത് ഭാഷയാണ് നിങ്ങൾ പറയുന്നത്? ഹേ, നിങ്ങൾ ആ കൺഫെഷൻ റൂമിലോട്ട് വരൂ. അതിന്റെ ഇടയിൽ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ക്യാമറ, അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ നിൽക്കുന്ന. ആരെന്നറിയോ? ഒന്നും ചെയ്യാതെ ഒരാള്. ഒന്നും ചെയ്യാതെ നിന്ന ആളെന്ന് എണീറ്റ് എല്ലാരും വിളിച്ചു. വേണോ? ഞാൻ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒഴിച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഈ ഇരിക്കുന്ന രണ്ടും, ഡിങ്കും മിങ്കും. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. വേണോ? ഇപ്പൊ തലമുടി മുട്ടടിക്കാൻ റെഡിയാണോ? ഇല്ല ലാലേട്ടാ, ഉള്ളത് എക്സ്റ്റൻഷൻ വെച്ചേക്കുവാണ് കേട്ടോ. അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ്. ഗെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടാസ്ക് ഇത് മുട്ടടിക്കോ?